ഓക്കെ, ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. അപ്പോൾ ഇന്ന് സ്വർണ്ണ പക്ഷി എന്ന പാഠം ഞാൻ ഫസ്റ്റ് മുതലൊന്ന് വായിക്കാം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. പാഠം 8, സ്വർണ്ണ പക്ഷി. ഒരു മലമ്പ്രദേശം. അവിടെ ഒരു മരത്തിൽ സ്വർണ്ണത്തൂവലോടുകൂടിയ ഒരു പക്ഷി വസിച്ചിരുന്നു. ഒരു വിചിത്ര പക്ഷിയായിരുന്നു അത്. അതിൻ്റെ കാഷ്ടം നിലത്ത് വീഴുമ്പോൾ സ്വർണമാകും. ഒരിക്കലൊരു വേടൻ അതിലേ നടക്കുമ്പോൾ സ്വർണം ചിതറിക്കിടക്കുന്നത് കണ്ടു. അയാൾക്ക് ആശ്ചര്യം തോന്നി. ഇതെങ്ങനെ ഇവിടെ വന്നു? അയാൾ ആ സ്വർണം പെറുക്കിയെടുക്കാൻ തുടങ്ങി. അപ്പോഴതാ മുകളിൽ നിന്ന് പക്ഷിയുടെ കാഷ്ടം നിലത്ത് വീഴുന്നു. വീണയുടനെ അത് സ്വർണമാകുന്നു. സന്തോഷത്താൽ അയാൾ തുള്ളിച്ചാടി. സ്വർണം മുഴുവൻ പെറുക്കി സഞ്ചിയിലാക്കിയതിനു ശേഷം അയാൾ മുകളിലേക്ക് നോക്കി. പക്ഷി അയാളെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അതിനെ സ്വന്തമാക്കിയാൽ കൊള്ളാമെന്ന് വേടന് മോഹം. ജീവിതത്തിൽ ഒരിക്കലും ഇത്തരമൊരു പക്ഷിയെ അയാൾ കണ്ടിട്ടില്ല. ബുദ്ധിമാനായ വേടൻ വലവെച്ച് പക്ഷിയെ പിടിക്കാൻ ശ്രമിച്ചു. പക്ഷിക്ക് ഈ തട്ടിപ്പ് മനസ്സിലായില്ല. ഒരു ദിവസം അത് വലയിൽ അകപ്പെട്ടുപോയി. അയാൾ അതിനെ ഒരു കൂട്ടിലാക്കി നടന്നു നീങ്ങി. ഈ പക്ഷിയുടെ രഹസ്യം ആരെങ്കിലും അറിഞ്ഞാൽ ഇതിനെ തട്ടിക്കൊണ്ടു പോകില്ലേ? മാത്രമോ, രാജാവ് അറിഞ്ഞാൽ തന്നെ ശിക്ഷിക്കുകയും ചെയ്യും. അതിനേക്കാൾ നല്ലത് പക്ഷിയെ രാജാവിന് കാഴ്ചവെക്കുന്നതാണ്. അയാൾ പല മാർഗങ്ങളും ആലോചിച്ചു. അപ്പൊ നമ്മൾ കാഴ്ചവെക്കുന്നതാണെന്ന് വരെയാണ് നമ്മൾ പഠിച്ചത് അല്ലേ? ഓക്കെ, അപ്പോൾ അടുത്ത പാരഗ്രാഫ് ശ്രദ്ധിക്കുക. അയാൾ പല മാർഗങ്ങളും ആലോചിച്ചു. ഒടുവിൽ രാജാവിന്റെ തിരുമുമ്പിൽ പക്ഷിയെ സമർപ്പിച്ചു. കാര്യങ്ങളെല്ലാം ധരിപ്പിക്കുകയും ചെയ്തു. രാജാവ് ഭൃത്യന്മാരെ വിളിച്ച് കൽപ്പിച്ചു, ഈ പക്ഷിയെ നല്ലപോലെ ശുശ്രൂഷിക്കണം. ഐശ്വര്യമുള്ള പക്ഷിയാണ്. ഇതിനിടയിൽ മന്ത്രിക്കൊരു സംശയം. മന്ത്രി രാജാവിനെ ഉപദേശിച്ചു, ഈ വേടൻ പറയുന്നത് അങ്ങ് വിശ്വസിക്കരുത്. പക്ഷിയുടെ കാഷ്ടം സ്വർണമാവുകയോ? ഇത് നുണയാണ്. തിരുമേനി പക്ഷിയെ വേടന് തന്നെ തിരിച്ചു കൊടുത്താലും. രാജാവ് പക്ഷിയെ വേടന് കൊടുക്കാൻ കൂട്ടാക്കിയില്ല. അദ്ദേഹം അതിനെ വിട്ടയക്കാൻ ഉത്തരവിട്ടു. പക്ഷിയെ ഒരു ഭൃത്യൻ ആകാശത്തേക്ക് പറത്തിവിട്ടു. പക്ഷി ഗോപുര കവാടത്തിനരികിലുള്ള മരത്തിൽ ചെന്നിരുന്നു. ഉടനെ കാഷ്ടിച്ചു. കാഷ്ടം നിലത്ത് വീണപ്പോൾ സ്വർണമായി. രാജാവും ഭൃത്യന്മാരും മൂക്കത്ത് വിരൽ വെച്ച് നിന്നുപോയി. പക്ഷി എല്ലാവരോടുമായി പറഞ്ഞു, ഞാൻ വിഡ്ഢിയാണ്. എന്നെ പിടിച്ച വേടനും വിഡ്ഢി, രാജാവും മന്ത്രിയും ഒക്കെ വിഡ്ഢികൾ. ഇത് വിഡ്ഢികളുടെ ലോകമാണ്. ഈ കഥ പഞ്ചതന്ത്രത്തിലുള്ളതാണ്. വിഷ്ണു ശർമ്മ എന്ന ബ്രാഹ്മണ പണ്ഡിതനാണ് പഞ്ചതന്ത്ര കഥകൾ രചിച്ച് എന്ന് കരുതപ്പെടുന്നു. ഈ കഥകളിൽ നിന്ന് പല ഗുണപാഠങ്ങളും നമുക്ക് പഠിക്കാനുണ്ട്. ഈ വിശിഷ്ട കഥകൾ ഏവരും താല്പര്യത്തോടെ വായിക്കേണ്ടതാണ്. അതാണ് നമ്മുടെ കഥ അല്ലേ? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലേ? സ്വർണ്ണ പക്ഷിയെ പറ്റിയാണ് പഠിച്ചതല്ലേ? അപ്പോൾ അത് കാഷ്ടിക്കുമ്പോൾ എന്ത് ചെയ്യും? സ്വർണമാകും അല്ലേ? അപ്പം അത് നമ്മൾ അത്ര പരം പറഞ്ഞതാണ്. അതിനുശേഷമുള്ളത്, അയാൾ പല മാർഗങ്ങളും ആലോചിച്ചു. വേടൻ അല്ലേ? പക്ഷിയെ പിടിച്ച വേടൻ എന്ത് ചെയ്തു? പല മാർഗങ്ങളും ആലോചിച്ചു. ഒടുവിൽ രാജാവിന് തിരുമുമ്പിൽ പക്ഷിയെ സമർപ്പിച്ചു അല്ലേ? പിന്നീട് അയാൾക്ക് തോന്നി രാജാവിന് കാഴ്ചവെക്കുന്നതാണ് നല്ലതെന്ന് തോന്നി. അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്ത് ചെയ്തു? രാജാവിന് ആ പക്ഷിയെ കാഴ്ചവെച്ചു അല്ലേ? എന്ന് പറഞ്ഞാൽ അവിടെ കൊടുത്തു അല്ലേ? കാര്യങ്ങൾ രാജാവിൻ്റെ ആയതുകൊണ്ടാണ് തിരുമുമ്പിൽ എന്ന് പറയുന്നത്. കാര്യങ്ങളെല്ലാം ധരിപ്പിക്കുകയും ചെയ്തു. രാജാവ് ഭൃത്യന്മാരെ വിളിച്ച് കൽപ്പിച്ചു. എന്താ കൽപ്പിച്ചത്? ഈ പക്ഷിയെ നല്ല പോലെ ശുശ്രൂഷിക്കണം. ഐശ്വര്യമുള്ള പക്ഷിയാണ്. ഇതിനിടയിൽ മന്ത്രിക്കൊരു സംശയം അല്ലേ? രാജാവ് പറഞ്ഞു ഈ പക്ഷിയെ നല്ല പോലെ ശുശ്രൂഷിക്കണം, ഐശ്വര്യമുള്ള പക്ഷിയാണ് എന്ന് പറഞ്ഞു. അപ്പൊ മന്ത്രിക്കൊരു സംശയം. എന്താ സംശയം ഉണ്ടായത് മന്ത്രിക്ക്? ഈ വേടൻ പറയുന്നത് അങ്ങ് വിശ്വസിക്കരുത്. പക്ഷിയുടെ കാഷ്ടം സ്വർണമാവുകയോ? ഇത് നുണയാണ് അല്ലേ? ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല അല്ലെ? പക്ഷിയുടെ കാഷ്ടം സ്വർണമാവുന്ന്. അതുകൊണ്ട് തന്നെ മന്ത്രി പറഞ്ഞു, പക്ഷിയുടെ കാഷ്ടം സ്വർണമാവുകയോ? ഇത് നുണയാണ് എന്ന് പറഞ്ഞു. തിരുമേനി പക്ഷിയെ വേടന് തന്നെ തിരിച്ചു കൊടുത്താലും രാജാവ് പക്ഷിയെ വേടന് കൊടുക്കാൻ കൂട്ടാക്കിയില്ല. അദ്ദേഹം അതിനെ വേടന് കൊടുക്കാനും രാജാവ് കൂട്ടാക്കിയില്ല. എന്ത് ചെയ്യും? അദ്ദേഹം അതിനെ വിട്ടയക്കാൻ തീരുമാനിച്ചു. അങ്ങനെ വിട്ടയച്ച സമയത്ത് എന്ത് ചെയ്തു? ഒരു പ്രത്യേക ആകാശത്തേക്ക് പറത്തി വിട്ടു. പക്ഷി ഗോപുര കവാടത്തിനുള്ള മരത്തിൽ കയറിയിരുന്ന സമയത്ത് എന്ത് ചെയ്തു? കാഷ്ടിച്ചു. കാഷ്ടം എന്ത് ചെയ്തു? നിലത്ത് വീണപ്പോൾ സ്വർണമായി. അപ്പൊ അത് ബോധ്യപ്പെട്ടവർക്ക്. രാജാവും ഭൃത്യന്മാരും മൂക്കത്ത് വിരൽ വെച്ച് നിന്നുപോയി. പക്ഷി എല്ലാവരോടുമായി, പക്ഷി പോയില്ലേ, പറന്നുപോയി. അപ്പൊ പക്ഷി എല്ലാവരോടുമായി എന്ത് പറഞ്ഞു? ഞാൻ വിഡ്ഢിയാണ്, എന്നെ പിടിച്ച വേടനും വിഡ്ഢിയാണ്, പിന്നെ രാജാവും മന്ത്രിയും ഒക്കെ വിഡ്ഢികൾ. ഇത് വിഡ്ഢികളുടെ ലോകമാണ്. ശരിക്കും പറഞ്ഞാൽ എന്താണ് ഇത്?
വിഡ്ഢികളുടെ ലോകമാണ്, എല്ലാവരും വിഡ്ഢികളാണെന്ന് പറഞ്ഞു. ഈ കഥ ഇതിലുള്ളതാണ്, പഞ്ചതന്ത്രത്തിലുള്ളതാണ്. വിഷ്ണു ശർമ്മ എന്ന ബ്രാഹ്മണ പണ്ഡിതനാണ് പഞ്ചതന്ത്ര കഥകൾ രചിച്ചതെന്ന് കരുതപ്പെടുന്നു. ആരാണ്? വിഷ്ണു ശർമ്മ. ഈ കഥകളിൽ നിന്ന് പല ഗുണപാഠങ്ങളും നമുക്ക് പഠിക്കാനുണ്ട്. ഈ വിശിഷ്ട കഥകൾ ഏവരും താല്പര്യത്തോടെ വായിക്കണം. പഞ്ചതന്ത്ര കഥകൾ നിങ്ങൾക്ക് കിട്ടും വായിക്കാൻ. അപ്പോൾ വാങ്ങി വായിച്ച ഇതുപോലെ ഒരുപാട് കഥകൾ ഉണ്ടാവും. ഓക്കെ, അതാണ് നമ്മുടെ പാഠം. അപ്പോൾ മനസ്സിലായില്ലേ എല്ലാവർക്കും? അപ്പൊ ഇന്നത് ആരോ ഒന്ന് വായിക്കുന്ന പാഠം? ഓക്കെ, ആഗ്നസ് മരിയ. ഓക്കെ, ഒന്ന് വായിച്ചു. പക്ഷി. ഒരു മല പ്രദേശം. അവിടെ ഒരു മരത്തിൽ സ്വർണ്ണ തൂവൽ കൂടിയ ഒരു പക്ഷി വസിച്ചിരുന്നു. ഒരു വിചിത്ര പക്ഷിയായിരുന്നു അത്. അതിന്റെ കാഷ്ടം നിലത്ത് വീഴുമ്പോൾ സ്വർണമാകും. ഒരിക്കൽ ഒരു വേടൻ അതിലെ നടക്കുമ്പോൾ സ്വർണം ചിതറി കിടക്കുന്നത് കണ്ടു. അയാൾക്ക് ആശ്ചര്യം തോന്നി. ഇതെങ്ങനെ ഇവിടെ വന്നു? അയാൾ ആ സ്വർണം പെറുക്കി എടുക്കാൻ തുടങ്ങി. അപ്പോഴതാ മുകളിൽ നിന്ന് പക്ഷിയുടെ കാഷ്ടം നിലത്ത് വീണയുടനെ അത് സ്വർണമാകുന്നു. സന്തോഷത്താൽ അയാൾ തുള്ളിച്ചാടി. സ്വർണം മുഴുവൻ പെറുക്കി സഞ്ചിയിലാക്കിയതിനു ശേഷം അയാൾ മുകളിലേക്ക് നോക്കി. പക്ഷി അയാളെ തന്നെ ശ്രദ്ധിച്ച് കൊണ്ടിരുന്നു. അതിനെ സ്വന്തമാക്കിയാൽ കൊള്ളാമെന്ന് വേടന് മോഹം. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇത്തരമൊരു പക്ഷിയെ അയാൾ കണ്ടിട്ടില്ല. ബുദ്ധിമാനായ വേടൻ വല വെച്ച് പക്ഷിയെ പിടിക്കാൻ ശ്രമിച്ചു. പക്ഷിക്ക് ഈ തട്ടിപ്പ് മനസ്സിലായില്ല. ഒരു ദിവസം അത് വലയിൽ അകപ്പെട്ടു പോയി. അയാൾ അതിനെ ഒരു കൂട്ടിലാക്കി നടന്നു നീങ്ങി. ഈ പക്ഷിയുടെ രഹസ്യം ആരെങ്കിലും അറിഞ്ഞാൽ ഇതിനെ തട്ടിക്കൊണ്ടു പോവാൻ ആകില്ലേ? മാത്രമോ, രാജാവിനറിഞ്ഞാൽ തന്റെ ശിക്ഷിക്കും ചെയ്യും. അതിനേക്കാൾ നല്ലത് പക്ഷിയെ രാജാവിന് കാഴ്ചവെക്കുന്നതാണ്. അയാൾ പല മാർഗങ്ങളും ആലോചിച്ചു. ഒടുവിൽ രാജാവിന്റെ തിരുമുമ്പിൽ പക്ഷിയെ സമർപ്പിച്ചു. കാര്യങ്ങൾ എല്ലാം ധാര്യപ്പിക്കുകയും ചെയ്തു. രാജാവ് ഭൃത്യന്മാരെ വിളിച്ചു കൽപ്പിച്ചു, ഈ പക്ഷിയെ നല്ലപോലെ ശുശ്രൂഷിക്കണം. ഐശ്വര്യമുള്ള പക്ഷിയാണ്. ഇതിനിടയിൽ മന്ത്രിക്കൊരു സംശയം. മന്ത്രി രാജാവിനെ ഉപദേശിച്ചു, ഈ വേടൻ പറയുന്നത് അങ്ങ് വിശ്വസിക്കരുത്. പക്ഷിയുടെ കാഷ്ടം സ്വർണമാകുകയോ ഇത് നുണയാണ്. തിരുമേനി, പക്ഷിയെ വേടന് തന്നെ തിരിച്ചു കൊടുത്താലും രാജാവ് പക്ഷിയെ വേടനു കൊടുക്കാൻ കൂട്ടാകില്ല. അദ്ദേഹം അതിനെ വിട്ടയക്കാൻ ഉത്തരവിട്ടു. പക്ഷിയെ ഒരു ഭൃത്യൻ ആകാശത്തേക്ക് പറത്തി വിട്ടു. പക്ഷി ഗോപുരത്തിനരികിലുള്ള മരത്തിൽ ചെന്നിരുന്നു. ഉടനെ കാഷ്ടിച്ചു. കാഷ്ടം നിലത്തു വീണപ്പോൾ സ്വർണമായി. രാജാവും ഭൃത്യന്മാരും മുഖവിരിയിൽ വച്ചു നിന്നുപോയി. പക്ഷി എല്ലാവരോടുമായി പറഞ്ഞു, ഞാൻ വിഡ്ഢിയാണ്. എന്നെ പിടിച്ച വേടനും വിഡ്ഢി. രാജാവും മന്ത്രിയും ഒക്കെ വിഡ്ഢികൾ. ഇത് വിഡ്ഢികളുടെ ലോകമാണ്. ഈ കഥ പഞ്ചതന്ത്രത്തിലുള്ളതാണ്. വിഷ്ണു ശർമ്മ എന്ന ബർമ്മ പണ്ഡിതനാണ് പഞ്ചതന്ത്രങ്ങൾ രചിച്ചതെന്ന് കരുതപ്പെടുന്നു. ഈ കഥകൾ പല ഗുണപാഠങ്ങളും നമുക്ക് പഠിക്കാനുണ്ട്. ഈ വിശേഷ കഥകൾ ഏവരും താല്പര്യത്തോടെ വായിക്കേണ്ടതാണ്. ഓക്കെ, നെക്സ്റ്റ്. കുറെ പേരുണ്ടല്ലോ. എബിൻ ബിജു. പാഠം 8. സ്വർണപക്ഷി. ഒരു മലപ്രദേശം. അവിടെ ഒരു മരത്തിൽ സ്വർണത്തു വലോട് കൂടിയ ഒരു പക്ഷി വസിച്ചിരുന്നു. ഒരു വിചിത്ര പക്ഷിയായിരുന്നു
അതിന്റെ കാഷ്ടം നിലത്ത് വീഴുമ്പോൾ സ്വർണമാകും. ഒരിക്കൽ ഒരു വേടൻ അതിലെ നടന്നു പോകുമ്പോൾ സ്വർണം കിടക്കുന്നത് കണ്ടു. അയാൾക്ക് ആശ്ചര്യം തോന്നി. ഇതെങ്ങനെ ഇവിടെ വന്നു? അയാൾ ആ സ്വർണം പെറുക്കിയെടുക്കാൻ തുടങ്ങി. അപ്പോഴതാ മുകളിൽ നിന്നു പക്ഷിയുടെ കാഷ്ടം നിലത്തു വീഴുന്നു. വീണ ഉടനെ അത് സ്വർണമാകുന്നു. സന്തോഷത്താൽ അയാൾ തുള്ളിച്ചാടി. സ്വർണം മുഴുവൻ പെറുക്കി സഞ്ചിയിലാക്കിയതിനു ശേഷം അയാൾ മുകളിലേക്ക് നോക്കി. പക്ഷി അയാളെ തന്നെ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു. ഇതിനെ സ്വന്തമാക്കിയാൽ കൊള്ളാമെന്ന് വേടന് മോഹം. ജീവിതത്തിൽ ഒരിക്കലും ഇത്തരം ഒരു പക്ഷിയെ അയാൾ കണ്ടിട്ടില്ല. ബുദ്ധിമാനായ വേടൻ വല വിരിച്ച് പക്ഷിയെ പിടിക്കാൻ ശ്രമിച്ചു. പക്ഷിക്ക് ഈ തട്ടിപ്പ് മനസ്സിലായില്ല. ഒരു ദിവസം അത് വലയിൽ പെട്ടുപോയി. അയാൾ അതിനെ ഒരു കൂട്ടിലാക്കി നടന്നു നീങ്ങി. ഈ പക്ഷിയുടെ രഹസ്യം ആരെങ്കിലും അറിഞ്ഞാൽ ഇതിനെ തട്ടിക്കൊണ്ട് പോകുമല്ലോ. മാത്രമേ രാജാവ് അറിഞ്ഞാൽ തന്നെ ശിക്ഷിക്കുകയും ചെയ്യും. ഇതിനേക്കാൾ നല്ലത് പക്ഷിയെ രാജാവിനു കാഴ്ച വെക്കുന്നതാണ്. അയാൾ പല മാർഗങ്ങളും ആലോചിച്ചു. ഒടുവിൽ രാജാവിന്റെ തിരുമുമ്പിൽ പക്ഷിയെ സമർപ്പിച്ചു. കാര്യങ്ങളെല്ലാം ധരിപ്പിക്കുകയും ചെയ്തു. രാജാവ് ദൂതന്മാരെ വിളിച്ചു കൽപ്പിച്ചു, ഈ പക്ഷിയെ നല്ല പോലെ സൂക്ഷിക്കണം. ഐശ്വര്യമുള്ള പക്ഷിയാണ്. ഇതിനിടയിൽ മന്ത്രിക്ക് ഒരു സംശയം. മന്ത്രി രാജാവിനെ ഉപദേശിച്ചു, ഈ വേടൻ പറയുന്നത് അങ്ങ് വിശ്വസിക്കരുത്. പക്ഷിയുടെ കാഷ്ടം സ്വർണമാവുകയോ? ഇത് നുണയാണ്. തിരുമേനി പക്ഷിയെ വേടനു തന്നെ തിരിച്ചു കൊടുക്കുന്നതാലും രാജാവ് പക്ഷിയെ വേടനു കൊടുക്കാൻ കൂട്ടാക്കിയില്ല. അദ്ദേഹം അതിനെ വിട്ടേക്കാൻ ഉത്തരവിട്ടു. പക്ഷിയെ ഒരു ദൃതൻ ആകാശത്തേക്ക് പറത്തിവിട്ടു. ഗോപുരവാടത്തിനരികിലുള്ള മരത്തിൽ ചെന്നിരുന്നു. ഉടനെ കാഷ്ടം നിലത്ത് വീണപ്പോൾ സ്വർണ്ണമായി. രാജാവും ദൃതന്മാരും മുഖത്തു വിളറുവെച്ചു നിന്ന് പോയി. പക്ഷി എല്ലാവരോടും പറഞ്ഞു, ഞാൻ വിഡ്ഢിയാണ്. എന്നെ പിടിച്ച വേടനും വിഡ്ഢി. രാജാവും മന്ത്രിയും ഒക്കെ വിഡ്ഢികൾ. ഈ വിഡ്ഢികളുടെ ലോകമാണ്. ഈ കഥ പഞ്ചതന്ത്രത്തിലുള്ളതാണ്. വിഷ്ണു ശർമ്മ എന്ന ബ്രഹ്മപണ്ഡിതനാണ് പഞ്ചതന്ത്രകഥകൾ രചിച്ച് തന്നു കരുതപ്പെടുന്നു. ഈ കഥയിൽ നിന്നു പല ഗുണപാഠങ്ങളും നമുക്ക് പഠിക്കാനുണ്ട്. ഈ വിശിഷ്ട കഥകൾ എല്ലാവരും താല്പര്യത്തെ വായിക്കാൻ. എബിൻ ബിജു പോയോ? ഓക്കെ, നെക്സ്റ്റ്. ആൻഡ്രോസ്. അവിടെ ഒരു മരത്തിൽ സ്വർണ്ണ തൂവല് കൂടിയ ഒരു പക്ഷി വസിച്ചിരുന്നു. ഒരു വിചിത്ര പക്ഷിയായിരുന്നു അത്. അതിന്റെ കാഷ്ടം നിലത്ത് വീഴുമ്പോൾ സ്വർണമാവും. സ്വർണം ചിതറി കിടക്കുന്നത് കണ്ടു. അയാൾക്ക് ആശ്ചര്യം തോന്നി. ഇതെങ്ങനെ
ഇവിടെ വന്നു. അയാൾ ആ സ്വർണം പെറുക്കിയെടുക്കാൻ തുടങ്ങി. അപ്പോഴതാ മുകളിൽ നിന്ന് പക്ഷിയുടെ കാഷ്ടം നിലത്ത് വീഴുന്നു. വീണയുടനെ അത് സ്വർണമാകുന്നു. സന്തോഷത്താൽ അയാൾ തുള്ളിച്ചാടി. സ്വർണം മുഴുവൻ പെറുക്കി സഞ്ചിയിലാക്കിയതിനു ശേഷം അയാൾ മുകളിലേക്ക് നോക്കി. പക്ഷി അയാളെ തന്നെ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു. അതിനെ സ്വന്തമാക്കിയാൽ കൊള്ളാമെന്ന് വേടന് മോഹം. ജീവിതത്തിൽ ഒരിക്കലും ഇത്തരമൊരു പക്ഷിയെ അയാൾ കണ്ടിട്ടില്ല. ബുദ്ധിമാനായ വേടൻ വല വെച്ച് പക്ഷിയെ പിടിക്കാൻ ശ്രമിച്ചു. പക്ഷിക്ക് ഈ തട്ടിപ്പ് മനസ്സിലായില്ല. ഒരു ദിവസം അത് വലയിൽ അകപ്പെട്ടുപോയി. അയാൾ അതിനെ ഒരു കൂട്ടിലാക്കി നടന്നു നീങ്ങി. ഈ പക്ഷിയുടെ രഹസ്യം ആരെങ്കിലും അറിഞ്ഞാൽ ഇതിനെ തട്ടിക്കൊണ്ട് പോവുകയില്ലേ? മാത്രമോ രാജാവ് അറിഞ്ഞാൽ തന്നെ ശിക്ഷിക്കുകയും ചെയ്യും. അതിനേക്കാൾ നല്ലതു പക്ഷിയെ രാജാവിന് കാഴ്ച വെക്കുന്നതാണ്. അയാൾ പല മാർഗങ്ങളും ആലോചിച്ചു. ഒടുവിൽ രാജാവിന്റെ തിരുമുമ്പിൽ പക്ഷിയെ സമർപ്പിച്ചു. കാര്യങ്ങളെല്ലാം ധരിപ്പിക്കുകയും ചെയ്തു. രാജാവ് വൃദ്ധന്മാരെ വിളിച്ചു കൽപ്പിച്ചു, ഈ പക്ഷിയെ നല്ലപോലെ ശുശ്രൂഷിക്കണം. ഐശ്വര്യമുള്ള പക്ഷിയാണ്. ഇതിനിടയിൽ മന്ത്രിക്ക് ഒരു സംശയം. മന്ത്രി രാജാവിനെ ഉപദേശിച്ചു, ഈ വേടൻ പറയുന്നത് അങ്ങ് വിശ്വസിക്കരുത്. പക്ഷിയുടെ കാഷ്ടം സ്വർണമാവുകയോ ഇത് നുണയാണ്. തിരുമേനി പക്ഷിയെ വേടന് തന്നെ തിരിച്ചു കൊടുത്താലും രാജാവ് പക്ഷിയെ വേടന് കൊടുക്കാൻ കൂട്ടാക്കിയില്ല. അദ്ദേഹം അതിനെ വിട്ടയക്കാൻ ഉത്തരവിട്ടു. പക്ഷിയെ ഒരു വൃദ്ധൻ ആകാശത്തേക്ക് പറത്തിവിട്ടു. പക്ഷി ഗോപുര കവാടത്തിനരികിലുള്ള മരത്തിൽ ചെന്നിരുന്നു. ഉടനെ കാഷ്ടിച്ചു. കാഷ്ടം നിലത്ത് വീണപ്പോൾ സ്വർണമായി. രാജാവും വൃദ്ധന്മാരും മൂക്കത്തു വിരൽ വച്ചു നിന്നുപോയി. പക്ഷി എല്ലാവരോടുമായി പറഞ്ഞു, ഞാൻ വിഡ്ഢിയാണ്. എന്നെ പിടിച്ച് വേടനും വിഡ്ഢി, രാജാവും മന്ത്രിയും ഒക്കെ വിഡ്ഢികൾ. ഇതു വിഡ്ഢികളുടെ ലോകമാണ്. ഈ കഥ പഞ്ചതന്ത്രത്തിലുള്ളതാണ്. വിഷ്ണു ശർമ്മ എന്ന ബ്രാഹ്മണ പണ്ഡിതനാണ് പഞ്ചതന്ത്ര കഥകൾ രചിച്ചതെന്നു കരുതപ്പെടുന്നു. ഈ കഥകളിൽ നിന്ന് പല ഗുണപാഠങ്ങളും നമുക്ക് പഠിക്കാനുണ്ട്. ഈ വിശിഷ്ട കഥകൾ ഏവരും താല്പര്യത്തോടെ വായിക്കേണ്ടതാണ്. ദേവാഞ്ജന. സ്വർണപക്ഷി. ഒരു മലമ്പ്രദേശം. അവിടെ ഒരു മരത്തിൽ സ്വർണ്ണ തൂവല് കൂടിയ ഒരു പക്ഷി വസിച്ചിരുന്നു. ഒരു വിചിത്ര പക്ഷിയായിരുന്നു അത്. അതിന്റെ കാഷ്ടം നിലത്തു വീഴുമ്പോൾ സ്വർണമാകും. ഒരിക്കൽ ഒരു വേടൻ അതിലെ നടക്കുമ്പോൾ സ്വർണം ചിതറിക്കിടക്കുന്നത് കണ്ടു. അയാൾക്ക് ആശ്ചര്യം തോന്നി. ഇതെങ്ങനെ ഇവിടെ വന്നു? അയാൾ ആ സ്വർണം പെറുക്കിയെടുക്കാൻ തുടങ്ങി. അപ്പോഴതാ മുകളിൽ നിന്നു പക്ഷിയുടെ കാഷ്ടം നിലത്തു വീണയുടനെ അത് സ്വർണമാകുന്നു. സന്തോഷത്താൽ അയാൾ തുള്ളിച്ചാടി. സ്വർണം മുഴുവൻ പെറുക്കി സഞ്ചിയിലാക്കിയതിനു ശേഷം അയാൾ മുകളിലേക്ക് നോക്കി. പക്ഷി അയാളെ തന്നെ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു. അതിനെ സ്വന്തമാക്കിയാൽ കൊള്ളാമെന്ന് വേടന് മോഹം. ജീവിതത്തിൽ ഒരിക്കലും ഇത്തരമൊരു പക്ഷിയെ അയാൾ കണ്ടിട്ടില്ല. ബുദ്ധിമാനായ വേടൻ വല വെച്ച് പക്ഷിയെ പിടിക്കാൻ ശ്രമിച്ചു. പക്ഷിക്ക് ഈ തട്ടിപ്പ് മനസ്സിലായില്ല. ഒരു ദിവസം അത് വലയിൽ അകപ്പെട്ടു പോയി. അയാൾ അതിനെ ഒരു കൂട്ടിലാക്കി നടന്നു നീങ്ങി. ഈ പക്ഷിയുടെ രഹസ്യം ആരെങ്കിലും അറിഞ്ഞാൽ ഇതിനെ തട്ടിക്കൊണ്ടു പോവുകയില്ലേ? മാത്രമോ രാജാവ് അറിഞ്ഞാൽ തന്നെ ശിക്ഷിക്കുകയും ചെയ്യും. അതിനേക്കാൾ നല്ലത് പക്ഷിയെ രാജാവിന് കാഴ്ച വെക്കുന്നതാണ്.
അയാൾ പല മാർഗങ്ങളും ആലോചിച്ചു. ഒടുവിൽ രാജാവിന്റെ തിരുമുമ്പിൽ പക്ഷിയെ സമർപ്പിച്ചു. കാര്യങ്ങൾ എല്ലാം ധരിപ്പിക്കുകയും ചെയ്തു. രാജാവ് ഭൃത്യന്മാരെ വിളിച്ചു കൽപ്പിച്ചു, ഈ പക്ഷിയെ നല്ലപോലെ ശുശ്രൂഷിക്കണം. ഐശ്വര്യമുള്ള പക്ഷിയാണ്. ഇതിനിടയിൽ മന്ത്രിക്ക് ഒരു സംശയം. മന്ത്രി രാജാവിനെ ഉപദേശിച്ചു, ഈ വേടൻ പറയുന്നത് അങ്ങ് വിശ്വസിക്കരുത്. പക്ഷിയുടെ കാഷ്ടം സ്വർണമാവുകയോ? ഇത് നുണയാണ്. തിരുമേനി പക്ഷിയെ വേടന് തന്നെ തിരിച്ചു കൊടുത്താലും രാജാവ് പക്ഷിയെ വേടന് കൊടുക്കാൻ കൂട്ടാക്കിയില്ല. അദ്ദേഹം അതിനെ വിട്ടയക്കാൻ ഉത്തരവിട്ടു. പക്ഷിയെ ഒരു ഭൃത്യൻ ആകാശത്തേക്ക് പറത്തിവിട്ടു. പക്ഷി ഗോപുര കവാടത്തിനരികിലുള്ള മരത്തിൽ ചെന്നിരുന്നു. ഉടനെ കാഷ്ടിച്ചു. കാഷ്ടം നിലത്തു വീണപ്പോൾ സ്വർണമായി. രാജാവും ഭൃത്യന്മാരും മൂക്കത്തു വിരൽ വെച്ച് നിന്നുപോയി. പക്ഷി എല്ലാവരോടുമായി പറഞ്ഞു, ഞാൻ വിഡ്ഢിയാണ്. എന്നെ പിടിച്ച് വേടനും വീഴ്ത്തി. രാജാവും മന്ത്രിയും ഒക്കെ വിഡ്ഢി. ഇത് വിഡ്ഢികളുടെ ലോകമാണ്. ഈ കഥ പഞ്ചതന്ത്രത്തിലുള്ളതാണ്. വിഷ്ണു ശർമ്മ എന്ന ബ്രാഹ്മണ പണ്ഡിതനാണ് പഞ്ചതന്ത്ര കഥകൾ രചിച്ചതെന്ന് കരുതപ്പെടുന്നു. ഈ കഥകളിൽ നിന്ന് പല ഗുണപാഠങ്ങളും നമുക്ക് പഠിക്കാനുണ്ട്. ഈ വിശിഷ്ട കഥകൾ ഏവരും താല്പര്യത്തോടെ വായിക്കേണ്ടതാണ്. നെക്സ്റ്റ് ആരാ വായിക്കുന്നേ? ഓക്കെ, അല്ല അഗസ്റ്റ്. പാഠം 8. സ്വർണ പക്ഷി. ഒരു മലമ്പ്രദേശം. അവിടെ ഒരു മരത്തിൽ സ്വർണ തൂവലുകൂടിയ ഒരു പക്ഷി വസിച്ചിരുന്നു. ഒരു വിചിത്ര പക്ഷിയായിരുന്നു അത്. അതിന്റെ കാഷ്ടം നിലത്ത് വീഴുമ്പോൾ സ്വർണമാകും. ഒരിക്കൽ ഒരു വേടൻ അതിലെ നടക്കുമ്പോൾ സ്വർണം ചിതറിക്കിടക്കുന്നത് കണ്ടു. അയാൾക്ക് ആശ്ചര്യം തോന്നി. ഇതെങ്ങനെ ഇവിടെ വന്നു? അയാൾ ആ സ്വർണം പെറുക്കിയെടുക്കാൻ തുടങ്ങി. അപ്പോഴതാ മുകളിൽ നിന്ന് പക്ഷിയുടെ കാഷ്ടം നിലത്ത് വീഴുന്നു. വീണ ഉടനെ അത് സ്വർണമാകുന്നു. സന്തോഷത്താൽ അയാൾ തുള്ളിച്ചാടി. സ്വർണം മുഴുവൻ പെറുക്കി സഞ്ചിയിലാക്കിയതിനു ശേഷം അയാൾ മുകളിലേക്ക് നോക്കി. പക്ഷി അയാളെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അതിനെ സ്വന്തമാക്കിയാൽ കൊള്ളാമെന്ന് വേടന് മോഹം. ജീവിതത്തിൽ ഒരിക്കലും ഇത്തരം ഒരു പക്ഷിയെ അയാൾ കണ്ടിട്ടില്ല. ബുദ്ധിമാനായ വേടൻ വല വെച്ച് പക്ഷിയെ പിടിക്കാൻ ശ്രമിച്ചു. പക്ഷിക്ക് ഈ തട്ടിപ്പ് മനസ്സിലായില്ല. ഒരു ദിവസം അത് വലയിൽ അകപ്പെട്ടു പോയി. അയാൾ അതിനെ ഒരു കൂട്ടിലാക്കി നടന്നു നീങ്ങി. ഈ പക്ഷിയുടെ രഹസ്യം ആരെങ്കിലും അറിഞ്ഞാൽ ഇതിനെ തട്ടിക്കൊണ്ടു പോവുകയില്ലേ? മാത്രമോ രാജാവ് അറിഞ്ഞാൽ തന്നെ ശിക്ഷിക്കുകയും ചെയ്യും. അതിനേക്കാൾ നല്ലത് പക്ഷിയെ രാജാവിന് കാഴ്ചവെക്കുന്നതാണ്. അയാൾ പല മാർഗങ്ങളും ആലോചിച്ചു. ഒടുവിൽ രാജാവിന്റെ തിരുമുമ്പിൽ പക്ഷിയെ സമർപ്പിച്ചു. കാര്യങ്ങളെല്ലാം ധരിപ്പിക്കുകയും ചെയ്തു. രാജാവ് ഭൃത്യന്മാരെ വിളിച്ചു കൽപ്പിച്ചു, ഈ പക്ഷിയെ നല്ലതുപോലെ ശുശ്രൂഷിക്കണം. ഐശ്വര്യമുള്ള പക്ഷിയാണ്. ഇതിനിടയിൽ മന്ത്രിക്ക് ഒരു സംശയം. മന്ത്രി രാജാവിനെ ഉപദേശിച്ചു, ഈ വേടൻ പറയുന്നത് അങ്ങ് വിശ്വസിക്കരുത്. പക്ഷിയുടെ കാഷ്ടം സ്വർണമാവുകയോ? ഇത് നുണയാണ്. തിരുമേനി പക്ഷിയെ വേടന് തന്നെ തിരിച്ചു കൊടുത്താലും രാജാവ് പക്ഷിയെ വേടന് കൊടുക്കാൻ കൂട്ടാക്കുകയില്ല. അദ്ദേഹം അതിനെ വിട്ടയക്കാൻ ഉത്തരവിട്ടു. പക്ഷിയെ ഒരു ഭൃത്യൻ ആകാശത്തേക്ക് പറത്തിവിട്ടു. പക്ഷി ഗോപുര കവാടത്തിനരികിലുള്ള മരത്തിൽ ചെന്നിരുന്നു. ഉടനെ കാഷ്ടിച്ചു. കാഷ്ടം നിലത്ത് വീണപ്പോൾ സ്വർണമായി. രാജാവും ഭൃത്യന്മാരും മൂക്കത്ത് വിരൽ വെച്ച് നിന്നുപോയി. പക്ഷി എല്ലാവരോടുമായി പറഞ്ഞു, ഞാൻ വിഡ്ഢിയാണ്. എന്നെ പിടിച്ച വേടനും വിഡ്ഢി. രാജാവും മന്ത്രിയും ഒക്കെ വിഡ്ഢികൾ. ഇത് വിഡ്ഢികളുടെ ലോകമാണ്. ഈ കഥ പഞ്ചതന്ത്രത്തിലുള്ളതാണ്. വിഷ്ണു ശർമ്മ എന്ന ബ്രാഹ്മണ പണ്ഡിതനാണ് പഞ്ചതന്ത്രങ്ങൾ രചിച്ചതെന്ന് കരുതപ്പെടുന്നു. ഈ കഥകളിൽ നിന്ന് പല ഗുണപാഠങ്ങളും നമുക്ക് പഠിക്കാനുണ്ട്. ഈ വിശിഷ്ട കഥകൾ ഏവരും താല്പര്യത്തോടെ വായിക്കേണ്ടതാണ്. ഓക്കെ, നെക്സ്റ്റ്. കുറേ കുട്ടികളുണ്ട്, കൈപൊക്കുന്നേ ഇല്ല. ഓക്കെ, കൃപാമേരി. പാഠം 8. സ്വർണ പക്ഷി. ഒരു മലമ്പ്രദേശം. അവിടെ ഒരു മരത്തിൽ
സ്വർണ്ണ തൂവലോട് കൂടിയ ഒരു പക്ഷി വസിച്ചിരുന്നു. ഒരു വിചിത്ര പക്ഷിയായിരുന്നു അത്. അതിന്റെ കാഷ്ടം നിലത്ത് വീഴുമ്പോൾ സ്വർണമാകും. ഒരിക്കൽ ഒരു വേടൻ അതിലെ നടക്കുമ്പോൾ സ്വർണം ചിതറിക്കിടക്കുന്നത് കണ്ടു. അയാൾക്ക് ആശ്ചര്യം തോന്നി. ഇതെങ്ങനെ ഇവിടെ വന്നു? അയാൾ ആ സ്വർണം പെറുക്കിയെടുക്കാൻ തുടങ്ങി. അപ്പോഴതാ മുകളിൽ നിന്നും പക്ഷിയുടെ കാഷ്ടം നിലത്ത് വീഴുന്നു. വീണയുടനെ അത് സ്വർണമാകുന്നു. സന്തോഷത്താൽ അയാൾ തുള്ളിച്ചാടി. സ്വർണം മുഴുവൻ പെറുക്കി സഞ്ചിയിലാക്കിയതിനു ശേഷം അയാൾ മുകളിലേക്ക് നോക്കി. പക്ഷി അയാളെ തന്നെ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു. അതിനെ സ്വന്തമാക്കിയാൽ കൊള്ളാമെന്ന് വേടന് മോഹം. ജീവിതത്തിൽ ഒരിക്കലും ഇത്തരമൊരു പക്ഷിയെ അയാൾ കണ്ടിട്ടില്ല. ബുദ്ധിമാനായ വേടൻ വല വെച്ച് പക്ഷിയെ പിടിക്കാൻ ശ്രമിച്ചു. പക്ഷിക്ക് ഈ തട്ടിപ്പ് മനസ്സിലായില്ല. ഒരു ദിവസം അത് വലയിൽ അകപ്പെട്ടുപോയി. അയാൾ അതിനെ ഒരു കൂട്ടിലാക്കി നടന്നു നീങ്ങി. ഈ പക്ഷിയുടെ രഹസ്യം ആരെങ്കിലും അറിഞ്ഞാൽ ഇതിനെ തട്ടിക്കൊണ്ടു പോകുകയില്ലേ? മാത്രമോ രാജാവ് അറിഞ്ഞാൽ തന്നെ ശിക്ഷിക്കുകയും ചെയ്യും. അതിനേക്കാൾ നല്ലത് പക്ഷിയെ രാജാവിന് കാഴ്ചവെക്കുന്നതാണ്. അയാൾ പല മാർഗങ്ങളും ആലോചിച്ചു. ഒടുവിൽ രാജാവിന്റെ തിരുമുമ്പിൽ പക്ഷിയെ സമർപ്പിച്ചു. കാര്യങ്ങളെല്ലാം ധരിപ്പിക്കുകയും ചെയ്തു. രാജാവ് ഭൃത്യന്മാരെ വിളിച്ച് കൽപ്പിച്ചു, ഈ പക്ഷിയെ നല്ലതുപോലെ ശുശ്രൂഷിക്കണം. ഐശ്വര്യമുള്ള പക്ഷിയാണ്. ഇതിനിടയിൽ മന്ത്രിക്ക് ഒരു സംശയം. മന്ത്രി രാജാവിനെ ഉപദേശിച്ചു, ഈ വേടൻ പറയുന്നത് അങ്ങ് വിശ്വസിക്കരുത്. പക്ഷിയുടെ കാഷ്ടം സ്വർണമാവുകയോ? ഇത് നുണയാണ്. തിരുമേനി പക്ഷിയെ വേടന് തന്നെ തിരിച്ചു കൊടുത്താലും. രാജാവ് പക്ഷിയെ വേടന് കൊടുക്കാൻ കൂട്ടാക്കിയില്ല. അദ്ദേഹം അതിനെ വിട്ടയക്കാൻ ഉത്തരവിട്ടു. പക്ഷിയെ ഒരു ഭൃത്യൻ ആകാശത്തേക്ക് പറത്തിവിട്ടു. പക്ഷി ഗോപുര കവാടത്തിനരികിലുള്ള മരത്തിൽ ചെന്നിരുന്ന് ഉടനെ കാഷ്ടിച്ചു. കാഷ്ടം നിലത്ത് വീണപ്പോൾ സ്വർണമായി. രാജാവും ഭൃത്യന്മാരും മുഖത്ത് വിരൽ വെച്ച് പോയി. പക്ഷി എല്ലാവരോടുമായി പറഞ്ഞു, ഞാൻ വിഡ്ഢിയാണ്. എന്നെ പിടിച്ച വേടനും വിഡ്ഢി, രാജാവും മന്ത്രിയും ഒക്കെ വിഡ്ഢികൾ. ഇത് വിഡ്ഢികളുടെ ലോകമാണ്. ഈ കഥ പഞ്ചതന്ത്രത്തിൽ ഉള്ളതാണ്. വിഷ്ണു ശർമ്മ എന്ന ബ്രാഹ്മണ പണ്ഡിതനാണ് പഞ്ചതന്ത്ര കഥകൾ രചിച്ചതെന്ന് കരുതപ്പെടുന്നു. ഈ കഥകളിൽ നിന്ന് പല പാഠങ്ങളും നമുക്ക് പഠിക്കാനുണ്ട്. ഈ വിശിഷ്ട കഥകൾ ഏവരും താല്പര്യത്തോടെ വായിക്കേണ്ടതാണ്. Okay, next. ഷെഫി. Okay. ഒരു മലമ്പ്രദേശം. അവിടെ ഒരു മരത്തിൽ സ്വർണ്ണ തൂവലോട് കൂടിയ ഒരു പക്ഷി വസിച്ചിരുന്നു. ഒരു വിചിത്ര പക്ഷിയായിരുന്നു അത്. അതിന്റെ കാഷ്ടം നിലത്ത് വീഴുമ്പോൾ സ്വർണമാകും. ഒരിക്കൽ ഒരു വേടൻ അതിലെ നടക്കുമ്പോൾ സ്വർണം ചിതറിക്കിടക്കുന്നത് കണ്ടു. അയാൾക്ക് ആശ്ചര്യം തോന്നി. ഇതെങ്ങനെ ഇവിടെ വന്നു? അയാൾ ആ സ്വർണം പെറുക്കിയെടുക്കാൻ തുടങ്ങി. അപ്പോഴതാ മുകളിൽ നിന്ന് പക്ഷിയുടെ കാഷ്ടം നിലത്ത് വീണു. വീണയുടനെ അത് സ്വർണമാകുന്നു. സന്തോഷത്താൽ അയാൾ തുള്ളിച്ചാടി. സ്വർണം മുഴുവൻ പെറുക്കി സഞ്ചിയിലാക്കിയതിനു ശേഷം അയാൾ മുകളിലേക്ക് നോക്കി. പക്ഷി അയാളെ തന്നെ കൊണ്ടിരുന്നു. അതിനെ സ്വന്തമാക്കിയാൽ കൊള്ളാമെന്ന് വേടന് മോഹം. ജീവിതത്തിൽ ഒരിക്കലും ഇത്തരമൊരു പക്ഷിയെ അയാൾ കണ്ടിട്ടില്ല. ബുദ്ധിമാനായ വേടൻ വല വെച്ച് പക്ഷിയെ പിടിക്കാൻ ശ്രമിച്ചു. പക്ഷിക്ക് ഈ തട്ടിപ്പ് മനസ്സിലായില്ല. ഒരു ദിവസം അത് വലയിൽ അകപ്പെട്ടുപോയി. അയാൾ അതിനെ ഒരു കൂട്ടിലാക്കി നടന്നു നീങ്ങി. ഈ പക്ഷിയുടെ രഹസ്യം ആരെങ്കിലും അറിഞ്ഞാൽ ഇതിനെ തട്ടിക്കൊണ്ടു പോകില്ലേ? മാത്രമോ രാജാവ് അറിഞ്ഞാൽ അതിനെ തന്നെ ശിക്ഷിക്കുകയും ചെയ്യും. അതിനേക്കാൾ നല്ലത് പക്ഷിയെ രാജാവിന് കാഴ്ചവെക്കുന്നതാണ്. അയാൾ പല മാർഗങ്ങളും ആലോചിച്ചു. ഒടുവിൽ രാജാവിന് തിരുമുമ്പിൽ പക്ഷിയെ സമർപ്പിച്ചു. കാര്യങ്ങളെല്ലാം ധരിപ്പിക്കുകയും ചെയ്തു.
രാജാവ് ഭൃത്യന്മാരെ വിളിച്ചു കൽപ്പിച്ചു, ഈ പക്ഷിയെ നല്ല പോലെ ശുശ്രൂഷിക്കണം. ഐശ്വര്യമുള്ള പക്ഷിയാണ്. ഇതിനിടയിൽ മന്ത്രിക്കൊരു സംശയം. മന്ത്രി രാജാവിനെ ഉപദേശിച്ചു, ഈ വേടൻ പറയുന്നത് അങ്ങ് വിശ്വസിക്കരുത്. പക്ഷിയുടെ കാഷ്ടം സ്വർണമാകുകയോ? ഇത് നുണയാണ്. തിരുമേനി പക്ഷിയെ വേടനു തന്നെ തിരിച്ചു കൊടുത്താലും. രാജാവ് പക്ഷിയെ വേടനു കൊടുക്കാൻ കൂട്ടാക്കിയില്ല. അദ്ദേഹം അതിനെ വിട്ടയക്കാൻ ഉത്തരവിട്ടു. പക്ഷിയെ ഒരു വൃദ്ധൻ ആകാശത്തിലേക്ക് പറത്തിവിട്ടു. പക്ഷി ഗോപുര കവാടത്തിനരികിലുള്ള മരത്തിൽ ചെന്നിരുന്നു. ഉടനെ കാഷ്ടിച്ചു. കാഷ്ടം നിലത്തു വീണപ്പോൾ സ്വർണമായി. രാജാവും ഭൃത്യന്മാരും മൂക്കത്തു വിരൽ വെച്ച് നിന്നുപോയി. പക്ഷി എല്ലാവരോടുമായി പറഞ്ഞു, ഞാൻ വിഡ്ഢിയാണ്. എന്നെ പിടിച്ച വേടനും വിഡ്ഢി, രാജാവും മന്ത്രിയും ഒക്കെ വിഡ്ഢികൾ. ഇത് വിഡ്ഢികളുടെ ലോകമാണ്. ഈ കഥ പഞ്ചതന്ത്രത്തിലുള്ളതാണ്. വിഷ്ണു ശർമ്മ എന്ന ബ്രാഹ്മണ പണ്ഡിതനാണ് പഞ്ചതന്ത്ര കഥകൾ രചിച്ചതെന്നു കരുതപ്പെടുന്നു. ഈ കഥകളിൽ നിന്ന് പല ഗുണപാഠങ്ങളും നമുക്ക് പഠിക്കാനുണ്ട്. ഈ വിശിഷ്ട കഥകൾ ഏവരും താല്പര്യത്തോടെ വായിക്കേണ്ടതാണ്. ഓക്കെ, നെക്സ്റ്റ് ആരാ വായിക്കണേ? ആരോൺ. ഒരു മലപ്രദേശം. അവിടെ ഒരു മരത്തിൽ സ്വർണ്ണത്തൂവലോട് കൂടിയ പക്ഷി വസിച്ചിരുന്നു. ഒരു ചിത്ര പക്ഷിയായിരുന്നു. അതിന്റെ കാഷ്ടം നിലത്തു വീഴുമ്പോൾ സ്വർണമാകും. ഒരിക്കൽ വേടൻ അതിലെ നടക്കുമ്പോൾ സ്വർണം ചിതറുന്നത് ആശ്ചര്യം തോന്നി. അയാൾ ആ സ്വർണം എടുക്കാൻ തുടങ്ങി. അപ്പോൾ മുകളിൽ നിന്നും പക്ഷിയുടെ വീണാകുന്നു. സന്തോഷത്താൽ അയാൾ തുള്ളിച്ചാടി. സ്വർണം മുഴുവൻ സഞ്ചിയിലാക്കിയതിനു ശേഷം അയാൾ മുകളിലേക്ക് നോക്കി. പക്ഷി അയാളെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അതിനെ സ്വന്തമാക്കിയാൽ കൊള്ളാം. ജീവിതത്തിൽ ഒരിക്കലും ഇത്തരമൊരു പക്ഷിയെ ആൾ കണ്ടിട്ടില്ല. ബുദ്ധിമാനായ വേടൻ വല വെച്ച് പക്ഷിയെ പിടിക്കാൻ ശ്രമിച്ചു. പക്ഷിക്ക് ഈ തട്ടിപ്പ് മനസ്സിലായില്ല. ഒരു ദിവസം അത് വലയിൽ അകപ്പെട്ടു പോയി. അയാൾ അതിനെ ഒരു കൂട്ടിലാക്കി നീങ്ങി. ഈ പക്ഷിയുടെ പേരും ആരെങ്കിലും അറിഞ്ഞാൽ അതിനെ പോകില്ലേ? മാത്രമോ രാജാവ് അന്വേഷിക്കുകയും ചെയ്യും. അതിനേക്കാൾ നല്ലത് കാഴ്ച വെക്കുന്നതാണ്. അയാൾ പല മാർഗങ്ങളും ആലോചിച്ചു. രാജാവിന്റെ മുമ്പിൽ പക്ഷിയെ സമർപ്പിച്ചു. കാര്യങ്ങൾ എല്ലാം ധരിപ്പിക്കുകയും ചെയ്തു. അയാൾ രാജാവ് ഭൃത്യന്മാരെ കൽപ്പിച്ചു, ഈ പക്ഷിയെ നല്ലപോലെ സൂക്ഷിക്കണം. ഐശ്വര്യ പക്ഷിയാണ്. ഈ വേടൻ വന്നത് അങ്ങനെ
ഓക്കെ, നമ്മുടെ മോനെ ആരോൺ. സ്വർണ്ണമാവുകയോ ഇത് ആരോൺ മുണയാണ്. ആരോൺ, നമ്മുടെ സമയം കഴിയാറായി. അപ്പൊ ഇന്ന് വായിക്കാത്ത കുട്ടികളുടെ അടുത്ത് നല്ലപോലെ വായിച്ചിട്ട് വരണേ. ഇന്ന് കൈ പൊക്കാതെ വായിക്കാതിരുന്ന കുറെ കുട്ടികളുണ്ട്. അപ്പൊ അടുത്ത ദിവസം അവരെല്ലാരെയും വായിപ്പിക്കും. ഓക്കെ, ബൈ.